നമസ്കാരം. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ലളിതവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസം കഴിയുമ്പോഴും വർദ്ധിച്ചു വരികയാണ്. സ്വന്തം വീട്ടുപറമ്പത്തോ അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു അടുക്കളത്തോട്ടത്തിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ സ്കൈ ഗാർഡൻസ്, ആകാശത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെറസിൻ്റെ മേലുള്ള കൃഷി, അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിൽ ചെടിച്ചട്ടികളിലൊക്കെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്, നമ്മളുടെ ഈ വിളയുടെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രോഗങ്ങളും കീടങ്ങളുമാണ്. ഇത്തരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു വലിയ ഒരു ആശങ്കയാണ്. പലപ്പോഴും നമ്മളുടെ വിള പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം പോലും ഉണ്ടാവും. ഇന്നത്തെ സാഹചര്യത്തിൽ പച്ചക്കറി കൃഷിക്കല്ല ഏത് കൃഷിക്ക് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള രോഗങ്ങളോ കീടങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുണ്ട്, അതിനുള്ള അനുസരിച്ചുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കൃഷി ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അൻസാരികളൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് രാസകീടനാശിനി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നേയില്ല. ഇനി ജൈവ കീടനാശിനിയിലേക്ക് പോയി കഴിഞ്ഞാലോ, ഒട്ടുമിക്ക ജൈവ കീടനാശിനികൾ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടതാണ്. അതുണ്ടാക്കാനുള്ള പ്രയാസം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ജൈവ കീടനാശിനികൾ പലതും, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ജൈവ കീടനാശിനികൾ പലതും അധിക നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കില്ല. 2-3 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. രാസകീടനാശിനികൾ നമുക്ക് 1-2 വർഷം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസം കൊണ്ട് പലപ്പോഴും ആളുകൾ ജൈവ കീടനാശിനി തയ്യാറാക്കാനോ ഉപയോഗിക്കാനോ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, അതുപോലെ തന്നെ നമ്മുടെ പല പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ്. കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുന്നില്ല, വ്യായാമം ചെയ്യുന്നില്ല, ഉറങ്ങുന്നില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യണം, എങ്ങനെ തിരുത്തണം എന്നുള്ള ശുപാർശകൾ നമുക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തും കൃഷിയുടെ അല്ലെങ്കിൽ നമ്മുടെ വിളയുടെ ജീവിതശൈലിയിൽ നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ കീടങ്ങളെയും രോഗങ്ങളെയും നമുക്ക് വളരെയധികം അകലെ നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മണ്ണാണ്. ഒട്ടുമിക്ക കീടങ്ങളും അതുപോലെ തന്നെ രോഗാണുക്കളും വരുന്നത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് മണ്ണിനെ നമ്മൾ ഏറ്റവും ആരോഗ്യപരമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ജീവനുള്ളതായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഏറ്റവും നല്ല മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഗ്രോ ബാഗുകളിൽ, ചട്ടികളിലൊക്കെ തന്നെ മണ്ണ് വാങ്ങി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല മണ്ണാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മുടെ സ്വന്തം മണ്ണാണ്, സ്വന്തം കൃഷിയുടെ മണ്ണെങ്കിൽ നമ്മൾ അതിനെ എത്രത്തോളം ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നോക്കുക. മണ്ണിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് മണ്ണിൽ ആവശ്യത്തിനുള്ള ജൈവവളങ്ങൾ ചേർക്കുക എന്നുള്ളതാണ്. ഇപ്പോഴെല്ലാവരും ജൈവവളങ്ങൾ ചേർക്കുന്നുണ്ട്, പക്ഷേ ഗുണമേന്മയുള്ള ജൈവവളങ്ങളെല്ലാം ഒട്ടുമിക്ക ആളുകളും ചേർക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും ചെയ്യുന്നത് വളക്കടയിൽ നിന്ന് വാങ്ങുന്ന വാണിജ്യ ജൈവവളങ്ങൾ, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഓർഗാനിക് മാനുവേഴ്സാണ് ഉപയോഗിക്കുന്നത്. കഴിയുന്നതും അത് ചെയ്യരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അഴുകി തണലത്ത് കെട്ടടിഞ്ഞ് തണലത്ത് ഉണങ്ങിയിട്ടുള്ള കമ്പോസ്റ്റുകളാണ്. നല്ല കമ്പോസ്റ്റ് തന്നെ പല കമ്പോസ്റ്റുണ്ട്. ഗുണമേന്മ കുറഞ്ഞ കമ്പോസ്റ്റുണ്ട്. ചാണകം അടക്കം അടങ്ങിയിട്ടുള്ള കമ്പോസ്റ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പോസ്റ്റ്, അല്ലെങ്കിൽ ചാണകം തന്നെ, തണലത്ത് ഉണങ്ങിയിട്ടുള്ള ചാണകം തന്നെ ഏറ്റവും നല്ല ജൈവവളമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഗുണമേന്മയുള്ള ജൈവവളം ശുപാർശ ചെയ്തതിൽ നിന്ന് ഒരു കാരണവശാലും ഒരു പിശുക്കും കാണിക്കാതെ ശുപാർശ ചെയ്ത അളവിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കീടരോഗപ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. കാരണം നല്ല രീതിയിൽ ജൈവവളം ചെയ്യുമ്പോൾ അത് സ്വാധീനിക്കുന്നത് നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെയാണ്. നമുക്കറിയാം, നമ്മുടെ മണ്ണിൽ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുണ്ട്.
അതിൽ നമുക്ക് ഉപകാരം ചെയ്യുന്ന സൂക്ഷ്മജീവികളുണ്ട്, ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വളം കൊടുത്തിട്ട് ഈ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക, അതിനെ പരമാവധി പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് മണ്ണിലുള്ള സസ്യപോഷകാംശങ്ങൾ ചെടിക്ക് ലഭ്യമാകുന്നു. ശരിക്കും വളരെ ഒരു 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 വാക്കിൽ പറയുകയാണെങ്കിൽ മണ്ണിലുള്ള പാചകക്കാരാണ് സൂക്ഷ്മജീവികൾ. മണ്ണിൽ പലതരത്തിലുള്ള സസ്യപോഷകാംശങ്ങളുണ്ട്, സൂക്ഷ്മ പോഷകാംശങ്ങളുണ്ട്. ഇവയൊക്കെ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെടികൾക്ക് ലഭ്യമാക്കുന്നത് സൂക്ഷ്മജീവികളാണ്. അപ്പോൾ സൂക്ഷ്മജീവികൾ എത്രത്തോളം സജീവമാണ്, അത്രത്തോളം സമ്പന്നമായിരിക്കും നമ്മുടെ മണ്ണ്. അതിന് ഗുണമേന്മയുള്ള ജൈവവളം നമ്മൾ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ പറഞ്ഞ ജൈവവളങ്ങൾക്ക് പുറമെ, അതല്ലാതെ മറ്റു ജൈവവളങ്ങളുണ്ട്. പക്ഷേ ഇതിന് പുറമെ നമുക്കൊരു എന്താ പറയുക, ഒരു നാച്ചുറൽ ബൂസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ നമുക്ക് ചേർക്കാൻ പറ്റും. അതേപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് നമുക്ക് ചേർക്കാൻ പറ്റും. വേപ്പും പിണ്ണാക്കിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്, പോഷകാംശമുണ്ട്. അപ്പോൾ ശുപാർശ ചെയ്ത അളവിലുള്ള വേപ്പും പിണ്ണാക്ക് നമുക്ക് ചേർക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവവളവും ഈ പറഞ്ഞ രീതിയിലുള്ള നാച്ചുറൽ ബൂസ്റ്റേഴ്സൊക്കെ ചേർക്കുമ്പോൾ മണ്ണ് ഏറ്റവും സമ്പന്നമാകും, അത് സൂക്ഷ്മജീവികൾ സജീവമാകും, മണ്ണിൽ നല്ല രീതിയിലുള്ള വായുസഞ്ചാരം ഉണ്ടാകും. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആഗിരണം ചെയ്ത് വെള്ളം പിടിച്ചു വെക്കാനുള്ള അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഏറ്റവും ആരോഗ്യമുള്ള ചെടികൾ അവിടെ വളർന്നു വരും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശമാണ്. ചെടികൾക്ക്, പ്രത്യേകിച്ച് പച്ചക്കറി ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് സൂര്യപ്രകാശം. 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ചെടികൾക്ക് ലഭിക്കണം. സൂര്യപ്രകാശം നമുക്കറിയാം ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് സൂര്യപ്രകാശത്തെ കണക്കിലെടുക്കുന്നത്. പക്ഷേ ഈ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് സൂര്യപ്രകാശം. സൂര്യപ്രകാശമില്ലാതെ ചെടികൾ ദുർബലമാകുമ്പോൾ ചെടികളിൽ നിന്ന് പുറപ്പെടുന്ന ചില സിഗ്നലുകൾ ഈ കീടങ്ങൾക്കും രോഗങ്ങൾക്കും രോഗാണുക്കൾക്കും ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ദുർബലമായിട്ടുള്ള ചെടികളെ എളുപ്പം ആക്രമിക്കപ്പെടും. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം ലഭ്യമാകണം. ഇപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ കൃഷി ചെയ്യുന്നവരൊക്കെ തന്നെ എല്ലാ ചെടികൾക്കും സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ അതൊന്ന് എടുത്ത് ഇടയ്ക്കൊന്ന് മാറ്റി, അത് ഒന്ന് പൊസിഷൻ മാറ്റി റീപൊസിഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് മാറ്റിയിട്ട് എല്ലാ ചെടികൾക്കും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ കൃത്യമായിട്ടുള്ള ഇടയകലം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അനാവശ്യമായിട്ടുള്ള ശിഖരങ്ങൾ അല്ലെങ്കിൽ ഇലകൾ ഒക്കെ തന്നെ വെട്ടിമാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കും. കീടങ്ങളും രോഗങ്ങളും വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. ഇനി മൂന്നാമത്തതാണ് നമ്മുടെ നന അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കൽ. വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ വളരെ ഉദ്ദേശത്തോടു കൂടി തന്നെ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഒരു പ്രയോഗം തന്നെ അശാസ്ത്രീയമാണ്, പറയാനേ പാടില്ല. നമ്മൾ പറയേണ്ടത് എന്താണ്? ജലപരിപാലനം എന്ന് പറയണം. ജലപരിപാലനം, വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയണം. കാരണം നമ്മൾ പലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അമിതമായിട്ട് മാറും, വളരെ കൂടുതലായിട്ട് മാറും. അത് നമ്മുടെ ഗ്രോ ബാഗുകളിലും അതുപോലെ തന്നെ ചെടിച്ചട്ടികളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും പ്രതികൂലമായിട്ട് ബാധിക്കും. അവിടെ ഉണ്ടാകുന്ന ഒരു ഹൈ ഹ്യൂമിഡിറ്റി മൈക്രോ ക്ലൈമറ്റ് നമ്മുടെ ഈ കീടങ്ങളും രോഗങ്ങളും വളരെ എളുപ്പം വരാനും നമ്മുടെ ചെടികൾ നശിച്ചു പോകാനുള്ള കാരണമാകും. അതിനപ്പുറം ഈ മണ്ണിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മൺതരികളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒതുങ്ങി നിൽക്കുന്ന ഓക്സിജനെ അവിടെ നിന്ന് പുറത്താക്കും. അപ്പോൾ മണ്ണിൽ പ്രാണവായു ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, പ്രവർത്തനക്ഷമത കുറയും. അപ്പോൾ ജലസേചനം കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി മതി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വെള്ളം ഇങ്ങനെ അനാവശ്യമായിട്ട് അധികമായിട്ട് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ അത് വേരുകൾ ചീഞ്ഞു പോകാനുള്ള ഒരു കാരണമാകും. രോഗങ്ങളെയും കീടങ്ങളെയും അതുവഴി തന്നെ വളരെ പെട്ടെന്ന് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മണ്ണിൽ ലഭ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള സസ്യപോഷകാംശങ്ങളിൽ അല്ലെങ്കിൽ വളങ്ങളിൽ നിന്നുള്ള ഈ പോഷകാംശങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു കാരണമായിട്ട് ഈ നന മാറും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ജലപരിപാലനം ആവശ്യമായ രീതിയിൽ ആവശ്യമായ സമയമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒഴിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വളരെ വൈകി സന്ധ്യാനേരത്തൊക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ ഈ ചെടികളുടെ ഇലകളിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ജലകണങ്ങൾ, ചെറിയ തുള്ളികൾ
പലപ്പോഴും ഈ കുമിൾ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പം നന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. നമ്മൾ ഈ രോഗങ്ങൾ വന്നെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്നത് കഴിയുന്നത് വളരെ വൈകാൻ പാടില്ല, അല്ലെങ്കിൽ രാവിലെ നനക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഈ കീടങ്ങളെയും രോഗങ്ങളെയും വലിയ രീതിയിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വായു സഞ്ചാരം. നേരത്തെ ജൈവവളം ചെയ്യുന്ന കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വായു സഞ്ചാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മണ്ണിലെ വായു സഞ്ചാരമാണെന്ന് പറഞ്ഞു, നമ്മുടെ സോയിൽ എയറേഷൻ. മണ്ണിലുള്ള വായു സഞ്ചാരം നമ്മുടെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നു എന്ന് പറഞ്ഞു. സോയിൽ എയറേഷൻ എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കനോപ്പി എയറേഷൻ എന്ന് പറയുന്നത്. കനോപ്പി എയറേഷൻ എന്ന് പറഞ്ഞാൽ ചെടികളുടെ ശിഖരങ്ങളുടെയും ഇലകളുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന വായുവാണ് നമ്മുടെ കനോപ്പി എയറേഷൻ. ഈ വായു നിരന്തരമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കീടരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടിയാണ് ചെയ്യുന്നത്. കീടരോഗങ്ങൾ വരാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപാട് തിങ്ങി നിറഞ്ഞിട്ടുള്ള ചെറു ശിഖരങ്ങൾ, ഇലകളൊക്കെ തന്നെ നേരത്തെ ഹൈ ഹ്യൂമിഡിറ്റി മൈക്രോ ക്ലൈമറ്റ് പോലെ തന്നെ ഉള്ള ഒരു സൂക്ഷ്മ കാലാവസ്ഥ അവിടെ ഉണ്ടാക്കുന്നു. ആ സൂക്ഷ്മ കാലാവസ്ഥ അവിടെ സന്നിഹിതരായിട്ടുള്ള ചെറിയ കീടങ്ങൾ, അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള കീടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ പെട്ടെന്ന് പെറ്റുവരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കനോപ്പി എയറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള ചെടി അകലം അല്ലെങ്കിൽ ഇടയകലം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യമല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറു ശിഖരങ്ങൾ വെട്ടിമാറ്റേണ്ടതുണ്ട്. ഓവർലാപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലകളെ മൂടി നിൽക്കുന്നതിനെ മാറ്റേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. ചെടികൾ കൂടിച്ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ പരമാവധി ഒഴിവാക്കുക. കൃത്യമായിട്ടുള്ളൊരു ശുപാർശ, ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ള ശുപാർശയിൽ നമ്മൾ ഇടയകലം പാലിച്ചാൽ തന്നെ ഈ രീതിയിലുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാകില്ല. അപ്പോൾ കനോപ്പി എയറേഷൻ അല്ലെങ്കിൽ ചെടികളുടെ ഇടയിലുള്ള വായു സഞ്ചാരം നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യമാണ് നമ്മുടെ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, വിള പരിക്രമണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെയ്ത കൃഷി വീണ്ടും അടുത്ത സീസണിൽ അല്ലെങ്കിൽ അടുത്ത വർഷം അതേ സ്ഥലത്ത് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ചെയ്ത സമയത്ത് വന്നിട്ടുള്ള കീടങ്ങളോ അല്ലെങ്കിൽ രോഗാണുക്കളോ ആ മണ്ണിൽ താമസിക്കുന്നുണ്ടാവും. അവർക്ക് കുറേ കാലം അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ താമസിക്കും. വീണ്ടും നമ്മൾ അതേ ചെടി അല്ലെങ്കിൽ അതേ വിള അവിടെ ചെയ്യുമ്പോൾ ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ കീടങ്ങളുടെ മുട്ടകൾ സജീവമാവുകയും വീണ്ടും ആ ചെടിയെ ആ വിളയെ ആക്രമിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന്, ആദ്യമുള്ളതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് കീടരോഗ ആക്രമണം ഉണ്ടാവും. അതുകൊണ്ട് അവിടെ പിന്നെ മറ്റൊരു വിള കൃഷി ചെയ്യുക. നമ്മൾ ഏതൊരു വിളയാണ് കൃഷി ചെയ്ത് ആ വിളയുടെ കുടുംബത്തിലുള്ളത് പോലും കൃഷി ചെയ്യാതിരിക്കുക നല്ലത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തക്കാളി കൃഷി ചെയ്ത ഒരു സ്ഥലത്ത് പിന്നെ നമ്മൾ മുളക് കൃഷി ചെയ്യാതിരിക്കുക, വഴുതന കൃഷി ചെയ്യാതിരിക്കുക. നമുക്കവിടെ പയർ കൃഷി ചെയ്യാൻ സാധിക്കും, പിന്നെ ചീര കൃഷി ചെയ്യാൻ സാധിക്കും. അങ്ങനെ റൊട്ടേഷൻ നടത്തുമ്പോൾ ഈ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ജീവിത ചക്രത്തിൽ ഒരു തടസ്സമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അതിനെ പരമാവധി നമുക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത തവണ ആ സ്ഥലം ഒന്ന് മാറ്റി കുറച്ച് മാറിയിട്ടുള്ളൊരു സ്ഥലത്ത് കൃഷി ചെയ്യുക. അപ്പോൾ ഈ ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ വിള പരിക്രമണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് വലിയ പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്ന് മനസ്സിൽ വെക്കുക. മറ്റൊരു കാര്യമാണ് പോഷക പരിപാലനം എന്നുള്ളത്. നമ്മൾ വളപ്രയോഗം എന്നുള്ളത് ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ ഇപ്പോൾ പൊതുവെ പറയാറുണ്ട് കേരളീയർ അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മൾ ആരും അരി ഭക്ഷിക്കാറില്ല. നമ്മൾ കഴിക്കുന്നത് ചോറായിട്ടോ കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെടിയും ഒരു എന്താ പറയുക ജൈവവളം ചാണകമോ കമ്പോസ്റ്റോ കഴിക്കുന്നില്ല. ചെടി കഴിക്കുന്നത് സസ്യ പോഷകാംശങ്ങളാണ്. അപ്പോൾ ഈ സസ്യ പോഷകാംശങ്ങൾ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഉൽപാദനത്തിനൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അശ്രദ്ധമായിട്ട്, അശാസ്ത്രീയമായിട്ട്, അസന്തുലിതമായിട്ട് നമ്മൾ ഈ വളങ്ങൾ ചെയ്യുമ്പോൾ മണ്ണിൽ ഉണ്ടാകുന്ന സസ്യ പോഷകാംശങ്ങളുടെ ഏറ്റക്കുറച്ചിൽ പലപ്പോഴും രോഗങ്ങൾക്കും കീടങ്ങൾക്കും കാരണമാകുന്നു. അപ്പോൾ ഏത് വളമാണ് ചെയ്യുന്നത്, അത് ഏതൊക്കെ സസ്യപോഷകാംശമാണുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ നമ്മുടെ വേപ്പ് മുണ്ണാക്കിനെ കുറിച്ച് പറഞ്ഞു. വേപ്പ് മുണ്ണാക്ക് ഒരു നാച്ചുറൽ ബൂസ്റ്റർ ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വേപ്പ് മുണ്ണാക്ക് നമ്മൾ പച്ചക്കറി കൃഷിക്കൊക്കെ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിലുള്ള പോഷകാംശത്തേക്കാൾ കൂടുതൽ അതിൽ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകാനുള്ള പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അസാൻഡ്, റാക്റ്റിൻ തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളും അതിലുണ്ട്.
ഈ ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേപ്പ് പിണ്ണാക്കിലേക്ക് ആകർഷിക്കുന്നത്. പക്ഷെ വേപ്പ് പിണ്ണാക്കിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കമ്പോസ്റ്റിനേക്കാളോ അല്ലെങ്കിൽ ചാണകത്തിനേക്കാളോ, ചാണകം എന്ന് പറയുമ്പോൾ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകത്തിനേക്കാളോ വളരെ കൂടുതലാണ് അതിലുള്ള നൈട്രജൻ്റെ അല്ലെങ്കിൽ പാക്യജനകത്തിൻ്റെ അളവ്. 5% നൈട്രജൻ അല്ലെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ് വേപ്പ് പിണ്ണാക്ക്. അതേസമയത്ത് നമ്മുടെ കമ്പോസ്റ്റിലാണെങ്കിലോ 1% അല്ലെങ്കിൽ 1.5% ഒക്കെയാണ് അടങ്ങിയത്. അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ കമ്പോസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ വേപ്പ് പിണ്ണാക്ക് ചെയ്താലോ അല്ല ആ രീതിയിൽ മറ്റു വളങ്ങൾ ചെയ്യുമ്പോഴോ ഈ നൈട്രജൻ്റെ ആധിക്യം വരും. നൈട്രജൻ്റെ ആധിക്യം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ കീടങ്ങളും രോഗങ്ങളും വരാനുള്ളൊരു കാരണമാണ്. നൈട്രജനെ ഞാൻ പറഞ്ഞൊരു ഒരു ഉദാഹരണമായിട്ട് പറയാം. ഈ രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതെ ഏത് വളമാണ്, ആ വളത്തിലുള്ള സസ്യപോഷകാംശം ഏതാണ്, അതിൻ്റെ തോത് എത്രയാണ്, ശതമാനം എത്രയാണ് എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോഷക പരിപാലനം. കൃത്യമായിട്ട് പറഞ്ഞാൽ പ്ലാന്റ് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെ പരിപാലിച്ച് നിർത്തണം. അങ്ങനെയാണെങ്കിൽ ഈ കീടങ്ങളും രോഗങ്ങളും വരുന്നതിൻ്റെ വലിയൊരു ശതമാനം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പോഷക പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് വളമാണ് ചെയ്യുന്നത്, എത്രയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണക്കിലെടുക്കേണ്ടതായിരുന്നു. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട്. ഡോക്ടർമാർ രോഗികളുടെ ഇടയിലൂടെ ഒന്ന് സഞ്ചരിക്കും, അല്ലേ? നമ്മുടെ റൗണ്ട്സ് എന്ന് പറയും. ഡോക്ടർ റൗണ്ട്സിന് വന്നു എന്നൊക്കെ പറയും. രോഗിയോട് കാര്യങ്ങൾ ചോദിക്കും. എങ്ങനെയുണ്ട്, ഇന്നലെ രാത്രി ഉറങ്ങിയോ, പനിയുണ്ടോ, ജലദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ആ രോഗി പറയുന്നതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ മരുന്നുകളായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ടോ കൊടുക്കും. അതുപോലെ നമ്മളും നിർബന്ധമായിട്ട് ഈ ചെടികളുടെ ഇടയിലൂടെ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും നടക്കണം. അത് വെറുതെ നടന്നാൽ പോരാ. ഈ ചെടികളെ തൊട്ട് തലോടിക്കൊണ്ട്, അതിൻ്റെ ഇലകളെ തൊട്ട് തലോടിക്കൊണ്ട്, ശിഖരങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് നടക്കണം. അത്രയും പോരാ, കഴിയുന്നതും എല്ലാ ഇലകളുടെയും അടിവശവും, മേൽവശം നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട്, അടിവശവും പരിശോധിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മുട്ടകൾ, പുഴുക്കൾ, അല്ലെങ്കിൽ ഉണങ്ങിത്തുടങ്ങിയ ഇലകൾ, വാടിത്തുടങ്ങിയ ഇലകൾ, അതിൻ്റെ കാരണം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല ശൽക്ക കീടങ്ങളും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. അതിനെയൊക്കെ തന്നെ ആ സമയത്ത് തന്നെ മെല്ലെ നുള്ളിയെടുത്ത് ഒരല്പ ദൂരം കൊണ്ടുപോയിട്ട് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയണം. നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് രോഗങ്ങളും കീടങ്ങളും വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും, ഇത് പലരും ചെയ്യാറില്ല, അതുകൊണ്ട് പറയാണ്, നിർബന്ധമായിട്ടും ഇത് നമ്മൾ ചെയ്തിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രോഗപ്രതിരോധ ശേഷി കൊടുക്കാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്യൂഡോമോണാസ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇടയിലൊക്കെ തന്നെ പോപ്പുലറാണ്. സ്യൂഡോമോണാസിനെ കുറിച്ച് കേൾക്കാത്ത കൃഷിക്കാരില്ല. പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വിത്തിൻ്റെ കൂടെ വിത്ത് പുരട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പറിച്ചു നടന്ന ചെടികളുടെ വേര് മുക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ വിളയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള മറ്റു വസ്തുക്കളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അത് കൃത്യമായിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കാം. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഞാൻ സ്യൂഡോമോണാസ് പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു പുതിയ കാര്യമേ അല്ല. ഒട്ടുമിക്ക കൃഷിക്കാർ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ലഭ്യമാണ്. രാസവളം പോലെ നമ്മൾ ഭയപ്പെടേണ്ടതോ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒന്നും അതിലില്ല. വളരെ ചെറിയൊരളവിൽ ചെടികൾക്ക് വളരെ ചെറിയ രീതിയിൽ മാത്രം വേണ്ടതും അതേസമയത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങൾ. അത് ഇന്ന് ചെറിയ വിലക്ക് ലഭ്യമാണ്. അത് നമുക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. സൂക്ഷ്മജീവികൾ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്, ഉൽപ്പാദനത്തിന് നല്ലതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് പല രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ചെടികളുടെ കോശഭിത്തികൾക്കൊക്കെ ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പല കാരണങ്ങൾ കൊണ്ടും ചെടികൾക്ക് മൊത്തം ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി, രോഗപ്രതിരോധ ശേഷി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം, 100% എന്ന് ഞാൻ പറയുന്നില്ല, കാരണം 100% സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലാതെയും ഇനി നമ്മൾ എത്രത്തോളം വിചാരിച്ചാൽ പോലും നമ്മളുടെ ഒന്നും വരുതിയിൽ നിൽക്കാത്ത പല കാര്യങ്ങളും കൂടെയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, രോഗ ബാധിച്ചിട്ടുള്ള ചെടികളിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ, കാലാവസ്ഥ ഘടകങ്ങൾ,
അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള കളകൾ, അല്ലെങ്കിൽ കുറേ അകലങ്ങളിലുള്ള കളകൾ വീഡ്സ്, അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയം തെറ്റായിട്ട് കൃഷി ചെയ്യുന്ന ചെയ്തു എന്ന് വെക്കുക. അങ്ങനെയുള്ള കാര്യം, അങ്ങനെ നമ്മളുടെ കയ്യിലല്ലാത്ത പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു രീതിയിൽ 100% പോലും വലിയ ഒരു തോതിലെങ്കിലും രോഗങ്ങളെയും കീടങ്ങളെയും പൂർണ്ണമായിട്ടും നമ്മളുടെ ഈ കൃഷിയിടത്തിൽ നിന്ന്, കൊച്ചു കൃഷിയിടമാണ് ഞാൻ ഈ സൂചിപ്പിച്ചതൊക്കെ, ചെറിയ ചെറിയ കൃഷിയിടങ്ങളാണ്, ഗ്രോ ബാഗുകളാണ്, ചട്ടികളാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കളെ നോക്കുന്നത് പോലെ നമുക്ക് പരിപാലിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ആവർത്തിക്കുകയാണ് പരിപാലനം എന്നുള്ള വാക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രാസകീടനാശിനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, ജൈവ കീടനാശിനി എങ്ങനെ തയ്യാറാക്കും എന്നുള്ള ഒരു തരം ആശങ്കകളും ആകുലതകളും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം. കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം. പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.